കുറഞ്ഞ ചെലവിൽ തീറ്റ ചെലവ് എങ്ങനെ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് കിളികൾക്ക് കോഴികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ചോളം. ഇത് നമ്മൾ കടയിൽ പോയിട്ട് എന്ത് കാട്ടിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടിയ ചോളം അല്ലെങ്കിൽ കിളികൾക്ക് കോഴികൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ അവർ പഴയ ചോളങ്ങൾ വാടിയ ചോളങ്ങൾ എടുത്തു തരും. അത് നമുക്ക് കിലോ 10-നും 15-നും 25-നൊക്കെ കിട്ടും. വിധത്തിന് നല്ല ചോളം 25-ന് കിട്ടിയതാണ്. മുൻപ് കുറച്ച് വാടിയ ചോളം നമുക്ക് 10 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കിളികൾക്ക് കൊടുക്കാൻ പോയിട്ടാണ്. പിന്നെ കുറച്ച് പഴത്തോല്, ഇത് വന്നിട്ട് നമുക്ക് ജാക്കിക്ക് ആട്ടുംകുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഇത് വന്നിട്ട് കുറച്ച് തക്കാളി വില കുറവ് കിട്ടിയപ്പോൾ വാങ്ങിയത്. ഇത് നമുക്ക് ആടുകൾക്കും കോഴികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. പപ്പു നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പപ്പു ഇതൊരു കൂട്ടില് ഇത് വന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ നമ്മുടെ ഹാൻഡ് ഫീഡിങ് 6 ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് മുകളിൽ അക്വാ ബ്ലൂ അവിടെ കണ്ടു കഴിഞ്ഞാൽ ഒളിഞ്ഞിരിക്കുകയാണ്, അവർ വരില്ല. അവരിന് നമുക്ക് തൽക്കാലം അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇത് 2 എണ്ണം വന്നിട്ട് ലവ് ബേർഡ്സ് പൊതുവെ കഴിക്കൽ കുറവാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, 3 എണ്ണം ഉണ്ടല്ലോ. ഇനി നമുക്ക് 2 എണ്ണം കോക്ടൈലിന് ഇട്ട് കൊടുക്കാം. കോക്ടൈൽ ഇരിക്കുന്നുണ്ടല്ലേ, കോക്ടൈലിന് ഇട്ട് കൊടുക്കാം. പുറത്തിറങ്ങിയല്ലോ, ഭാര്യ അതാണ് അവള്. ഇനി 2 എണ്ണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ 2 ഫിഷേഴ്സ് ഉണ്ട്, ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ട്. അവരും പുറത്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അടുത്ത് നമുക്ക് പ്രാവിന് തീറ്റ കൊടുക്കാം. ഉമ്മയുടെ കുക്കറിൻ്റെ മൂടിയാണ്, കണ്ടു കഴിഞ്ഞാൽ ഉമ്മ ചവിട്ടും, എന്നാലും സാരില്ല. നോക്കുമ്പോൾ ഇതാ കിടക്കണു ഡോളിയും ക്യാൻഡിയും. ഇനി പ്രാവുകളുടെ ഒരു സ്നേഹം നോക്കിയോ. പ്രാവുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതാ ഭയങ്കര ആക്റ്റീവ് ആകും. അയ്യോ ഇപ്പോൾ വീണനെ. ഇനിയിപ്പോൾ എല്ലാവരും ഇങ്ങനെ പറന്ന് ഇങ്ങോട്ടേക്ക് വരും നോക്കിക്കോ. ഉണ്ടല്ലേ, ഭയങ്കര സ്നേഹമാണ്. തീറ്റ കൊടുക്കാൻ വന്നാൽ ഭയങ്കര സ്നേഹമാണല്ലേ. ശരി 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 ശരി. പ്രാവുകളെ നമ്മളിപ്പോൾ തുറന്നു വിടില്ല. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ തുറന്നു വിട്ടുന്നു, ഫുഡ് കൊടുത്തതിന് ശേഷം മാത്രമേ തുറന്നു വിടുള്ളൂ. ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് തുറന്നു വിട്ടാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ തീറ്റിട്ടു എന്ന് പറഞ്ഞാൽ അവരവിടെ പോയി ഇറങ്ങും. അല്ലെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്തായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൊടുത്തതിന് മാത്രമേ ഇറങ്ങുള്ളൂ. ഫുഡ് കൊടുത്ത് നല്ല ഫുഡ് അടിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ ഇവിടെ തന്നെ അങ്ങനെ കറങ്ങിയിട്ടൊന്ന് റിലാക്സ് ആയിട്ടിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ എന്തായിട്ടെന്ന് പറഞ്ഞാൽ വൈകുന്നേരം തീറ്റ കൊടുക്കുമ്പോൾ എല്ലാവരും അവിടെ ഉള്ളിൽ കയറും. അപ്പോൾ പ്രാവ് വളർത്തുന്നവരെ ശ്രദ്ധിക്കുക. തുറന്നു വിടാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിട്ടെന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുത്തതിന് ശേഷം തുറന്നു വിടുക. ഇനി ഈ ചോറ് എന്ന് പറയുന്നത് നമ്മുടെ താറാവിനും കോഴിക്കും ഉള്ളതാണ്, മനസ്സിലായോ. ഇത് നമ്മുടെ ഇന്നലത്തെ പഴയ ചോറാണ്. നമ്മളെന്ത് പറ്റാണ്, ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ താറാവിനും കോഴിക്കുള്ള ചോറാണ്. താറാവുകൾക്ക് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്താലാണ് അവർക്ക് കഴിക്കാൻ ഇഷ്ടവും. അവർ കഴിക്കുന്നത് കണ്ടിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. ഇത് വെള്ളം നിറയ്ക്കുമ്പോൾ സ്ലോ. താറാവുകളെ ഇവിടെ ഭയങ്കര അക്ഷമരായിട്ട് സൗണ്ടാക്കി നിൽക്കുന്നുണ്ട്. ആരും മുട്ടയിട്ടില്ല, മുട്ടയിടുന്ന ചോറില്ല. എല്ലാം നേരം അങ്ങോട്ട് ഓടും, കണ്ടോ, എല്ലാം നേരം അങ്ങോട്ട് ഓടും. ഇവനാണ് നമ്മുടെ ചിക്കു, ഒറ്റക്കാലേ ഉള്ളൂ അവന്, അതാ ഓടുന്നു. ഒരു മുട്ടയുണ്ട്, നമുക്ക് കൂട്ടി വയ്ക്കാം തൽക്കാലം. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ താറാവുകൾ ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര രസമാണ്, കണ്ടില്ലേ, ഇങ്ങനെ ഒരുമിച്ച് കഴിക്കും. ഇനി നമ്മുടെ അതല്ല, നമുക്കിനി കോഴിവെള്ളം തുറന്നു വിടാനുണ്ട്. കോഴിവെള്ളം തുറന്നു വിടാം. അതിലും നമ്മുടെ കുറച്ച് മണിത്താറാവുകളുണ്ട്. എല്ലാവരും പോടും. ഓക്കെ, ഫുള്ള് നശിപ്പിച്ചാൽ എല്ലാവരും ഇവിടെ പോയിട്ട്. നമ്മുടെ ജാക്കിനെയും തുറന്നു വിട്ടു. ജാക്കിക്ക് ഞാൻ കുറച്ച് പഴത്തൊലിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ല. ജാക്കി കാണിച്ചില്ല, മഴവിൽ മനോരമ കുടുംബൊക്കെ അടിച്ചിട്ട് വരുന്നുണ്ട്. അവിടെയല്ല ജാക്കി ഇവിടെ വാ. എന്നാ ജാക്കി എന്നാ കഴി അടിച്ച് മിനിക്ക്. അപ്പോൾ ജാക്കിൻ്റെ പരിപാടിയും കഴിഞ്ഞു. കോഴികൾ കഴിക്കുന്നുണ്ട്. അള്ളാ, ഇത് കണ്ട ഉമ്മ ചവിട്ടും. കോഴിക്കൂട്ടിൽ നോക്കുന്ന സമയത്ത് കുറച്ച് മുട്ടകളായിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നാടൻ മുട്ടകൾ വേണമെന്നുണ്ടെങ്കിൽ പറയാം. 3, 6, 9, 10. അപ്പോൾ ഒരാഴ്ച കൂടുമ്പോൾ നമുക്കൊരു 10-20 മുട്ട കിട്ടലുണ്ട്. അപ്പോൾ ഒരാഴ്ചക്ക് നമ്മുടെ കയ്യിൽ 10-20 മുട്ട ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫാമിൽ വന്ന് എടുത്തിട്ട് പോവുക. പുതുനഗരത്ത്, പാലക്കാട് പുതുനഗരം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് എടുത്തിട്ട് പോവുക. ഓക്കെ, പിന്നെ ഐഷുവിനെയും സുൽത്താനെയും നമ്മൾ പുറത്ത് വിടുന്നില്ല. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൂട് ഇവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മന്ത്രി അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെയൊക്കെ നിർദ്ദേശമുണ്ട്.
സൂര്യപ്രകാശം ചൂട് വളരെ കൂടുതലായതുകൊണ്ട്, പ്രത്യേകിച്ച് പാലക്കാടാണല്ലോ, പാലക്കാടായതുകൊണ്ട് ചൂട് താങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ ഇവരിൻ്റെ ഉള്ളിൽ തന്നെയാണ് കെട്ടിയിട്ടുള്ളത്. ഓക്കെ, ഐഷു അതുപോലെ തന്നെ സുൽത്താൻ. പിന്നെ ഒന്നും അറിയാത്ത പോലെ ഒരുത്തം കൂടെ ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ? മനിക്കെന്ന് പറഞ്ഞാൽ നോക്ക്, ഇവരിങ്ങനെയാണ് എപ്പോഴും തലതാഴ്ത്തി ഇരിക്കുക, കണ്ട. എന്നിട്ട് സോപ്പിംഗ് ആണ്, ഇത് സോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇവളിനെ കഴിഞ്ഞിട്ടുള്ളൂ സോപ്പിങ്ങിൻ്റെ ഉസ്താദ്. ചോദിക്കാണ്ട് വെളിയിൽ പോവുക, എവിടേക്കൊക്കെയോ പോവുക, എന്തൊക്കെയോ കാട്ടുക, ഒന്നും അറിയില്ല. എന്നിട്ട് ഇങ്ങനെ തലയും താഴ്ത്തിയിരിക്കും. ഇത് പിന്നെ നമ്മുടെ ക്യാൻഡി ക്യാൻഡി അസൂയൻ റോക്കി. നമ്മുടെ ഫാമത്തെ ഏകദേശം പരിപാടികൾ ഇന്ന് കഴിഞ്ഞു. ഇനി എന്താ പറയുക, ഒരു പുതിയ വീഡിയോ വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫാമിൻ്റെ ഉള്ളിലേക്ക് അതിക്രമിച്ച് കടന്നു കയറിയ 3-4 നായകളെ റോക്കിയും നമ്മുടെ ടോമിയും പട ഓടിക്കുന്ന ഒരു ഇത് വരാനുണ്ട്. യാദൃശ്ചികമായി നമുക്ക് കിട്ടിയത്, സ്ഥിരമായിട്ട് നടക്കലുള്ളതാണ് ഇവിടെ. നമ്മുടെ കോഴികളെയും താറാവുകളെയും പിടിക്കാൻ വരുന്നതാണ്. അവരിനെ ഓടിക്കുന്ന ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അത് അടുത്ത വീഡിയോ വരും ഇൻഷാ അല്ലാഹ്. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ.